ഹായ്, അയിലക്കറി വയ്ക്കാൻ പോണേ. അയിലക്കറി അരക്കിലോ അയില, 3 വലിയ അയിലായിരുന്നേ കിട്ടി. അതിന് വേണ്ടുന്ന സാധനങ്ങൾ കാണുന്നുണ്ടോ? കുടംപുളി, ഉലുവാപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചട്ടി അടുപ്പത്ത് വെച്ച് ശബ്ദം ചട്ടി ഈ പാത്രത്തിൻ്റെ അടിയിൽ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പാത്രം വയ്ക്കും. അതൊരു ശബ്ദമാണ്. ക്ഷമിക്കണേ, അത് താഴെ വീണു. പേടിച്ച് പോയോ? വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഒന്ന് ചൂടായി വരട്ടെ, എണ്ണയൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇനി അവിടെ തുടച്ചില്ലേലും ഞാൻ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. ആ വെള്ളം തുടച്ച് കളഞ്ഞില്ലേ പണി കിട്ടും. അപാരം ഒരു മീൻകറി ആയിപ്പോയില്ല. ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ, പറഞ്ഞിട്ട് കാര്യമില്ല. ചാണക ഗ്യാസാണ്, പെട്ടെന്ന് ചൂടാകും. തിരി വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. 2 സ്പൂൺ മുളക് പൊടിയുണ്ട്. കാശ്മീർ മുളക് പൊടിയാണ്. ഇച്ചിരി ഉലുവാപ്പൊടി, കാണുന്നില്ല. ഇനി ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല. മഞ്ഞപ്പൊടി ഞാൻ മീനിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. മീനിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അതെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ അതിലോട്ട് ഇടുക. ഒന്ന് മൂത്ത് വരട്ടെ, അധികം വേണ്ട, ഒന്ന് മൂത്ത് വരട്ടെ. ഇതൊരു അയിലക്കറി ആയിപ്പോയല്ലേ. അയിലക്കറിയാണ് കേട്ടോ. മൂത്ത മണം വരുന്നുണ്ട്. അതിലോട്ട് എൻ്റെ കുടംപുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. ആരോ പറയുന്ന പോലെ ചാക്കോ മാഷിന് എവിടെയാ തെറ്റ് പറ്റുന്നത്? ഓക്കെ, ഇതവിടെ കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്യുന്നില്ല, കിടക്കട്ടെ. ഇങ്ങനെയും മീൻകറി വെക്കാം. ഇതിനയ്യത്തുണ്ടല്ലോ. കിടന്ന് മൂക്കട്ടെ കേട്ടോ. പുളി ഒന്ന് തീർന്നോട്ടെ. അരപ്പ് നന്നായി മൂത്ത് വന്നു കേട്ടോ. ഓക്കെ, ഇതിലോട്ട് നമ്മുടെ അയില കഷ്ണങ്ങൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഞ്ഞളിട്ടതാണ് കേട്ടോ. അതിലോട്ട് അയില കഷ്ണങ്ങൾ അങ്ങോട്ട് ഇറക്കിയിടുകയാണ്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനിയും തീ ഓഫ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പിട്ട്, അധികം ഇടുന്നില്ല, കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് ഞാൻ ഇട്ട് കേട്ടോ. അതിനിടെ ഞാൻ ഉപ്പിട്ട് ഓഫ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് നിന്നവർ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂറൊന്നും വേണ്ട, 10-20 മിനിറ്റെങ്കിലും ഇരിക്കട്ടെ. ഓക്കെ, എന്നിട്ട് വരാം. ഈ സെറ്റാക്കിയ മീൻ ഇതിലോട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് തീ കത്തിക്കട്ടെ. ഇത് നമ്മുടെ ഗ്യാസ് ലൈറ്റർ കൊണ്ട് കത്തിക്കാനൊക്കത്തില്ല, ഇതുകൊണ്ട് പറ്റത്തില്ല. ചാണക ഗ്യാസല്ലേ, ഇത് ചാണക ഗ്യാസാണല്ലോ, അതുകൊണ്ട്. ഓക്കെ,
ഇനി ഇതിലോട്ട് ഒരു 20 മിനിറ്റ് ആയി കേട്ടോ. ഇതിലോട്ട് ഞാൻ അരപ്പൊക്കെ അരച്ച വെള്ളമാണ്, അത് ഒഴിക്കുവാണ്. ഇത് ഞാൻ പലതരത്തിലും മീൻകറി വയ്ക്കും കേട്ടോ. ഇങ്ങനെയല്ല, ഈ അരപ്പെല്ലാം തിളപ്പിച്ചിട്ടും മീൻകറി വയ്ക്കും. എപ്പോഴും ഒരേ രീതി കാണിക്കുന്ന അത്ര സുഖമല്ലല്ലോ. എങ്ങനെ വെച്ചാലും അയില സൂപ്പറായിരിക്കും. അയിലക്കറി സൂപ്പറായിരിക്കുമേ. ഓക്കെ, ഇനി ഇവനൊന്ന് നന്നായി തിളച്ച് വറ്റി വന്നിട്ട് കാണിക്കാവേ. ഇപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഇനി തിളച്ച് വരുമ്പോഴേ അറിയത്തുള്ളൂ. ഉപ്പ് വേണമെങ്കിൽ അപ്പം ചേർക്കും. ഓക്കെ, ഒന്ന് വേഗമാകട്ടെ അയിലക്കറി. മക്കളെ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന മീൻകറിയല്ല, എനിക്ക് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ കഴിക്കാനുള്ള അയിലക്കറിയാണ് തിളയ്ക്കുന്നത്. അങ്ങോട്ട് തിളക്കട്ടെ. അങ്ങോട്ട് എന്താ ഒരു മണം. സ്വയം പൊക്കി പറയല്ല കേട്ടോ, അങ്ങനെ ആരും കരുതരുതേ. മീൻകറി ഉള്ളി മൂപ്പിക്കുന്നതാണ്. ഉള്ളി ഇഞ്ചി മാത്രമേ ഉള്ളൂ, ഞങ്ങൾ കടുകിടത്തില്ല. എല്ലാം കൂടെ മൂപ്പിച്ച് നമ്മുടെ മീൻകറിയിലോട്ട് ഒഴിക്കുക. ഉടനെ അത് അടച്ച് വയ്ക്കുക, അല്ലെങ്കിൽ മണം പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയുണ്ട് എൻ്റെ മീൻകറി? ചിലർ പറയും അതിന് ഞങ്ങൾ കഴിച്ചു നോക്കിയില്ലല്ലോ എന്ന്. വാ, കഴിക്കാം. സെറ്റായി. അല്പം കഴിഞ്ഞാൽ ഇത് ചൂടാറും, അപ്പോൾ സൂപ്പറായിരിക്കും. ഓക്കെ, എല്ലാവരും ഇത് വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അങ്ങനെ അയിലക്കറി സെറ്റായി. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചു. സൂപ്പർ. താങ്ക് യു.